നടിക്കെതിരായ ആക്രമണത്തിൽ പോലീസ് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാന പ്രതിയെ ഇനിയും പിടികൂടാനുണ്ട്. പോലീസ് ഫലപ്രദമായാണ് അന്വേഷിക്കുന്നതെന്നും പൊതുസമൂഹത്തിനും നടിക്കും ചലച്ചിത്ര പ്രവർത്തകർക്കും ബോധ്യപ്പെട്ടതാണ്. അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാനാകൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നടിയുടെ നേരെ നടന്ന ആക്രമണം നടത്തിയ ഗൂണ്ടകൾ അവരെ നമുക്ക് പൂർണ്ണമായിട്ട് പിടിയിൽ കിട്ടണം. അവരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കടക്കേണ്ടത്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതി പൾസർ സുനി തമിഴ്നാട്ടിലെന്ന് പോലീസ്. സുനിക്കൊപ്പം കൂട്ടുപ്രതി വിജീഷും തമിഴ്നാട്ടിലുള്ളതായാണ് വിവരം. പോലീസിന് മുന്നിൽ കീഴടങ്ങാമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് സുനിയുമായി തെറ്റിയതെന്ന് മണികണ്ഠൻ മൊഴി നൽകി. സുനിക്കും വിജീഷിനുമായി പോലീസ് തമിഴ്നാട്ടിൽ പരിശോധന ശക്തമാക്കി. നടിയെ ആക്രമിച്ചതിന് ശേഷം പൾസർ സുനിക്കും വിജീഷിനുമൊപ്പം ആദ്യവസാനമുണ്ടായിരുന്ന മണികണ്ഠൻ കോയമ്പത്തൂരിൽ വെച്ചാണ് തെറ്റിപ്പിരിഞ്ഞത്. ഇതിന്റെ കാരണമാണ് മണികണ്ഠൻ പോലീസിനോട് പറഞ്ഞത്. കോയമ്പത്തൂരിൽ വെച്ച് പോലീസിന് മുന്നിൽ കീഴടങ്ങാമെന്ന് മണികണ്ഠൻ സുനിയോട് പറഞ്ഞു. എന്നാൽ പോലീസിൽ കീഴടങ്ങുന്നത് അപകടമാണെന്നും കോടതിയിൽ കീഴടങ്ങുന്നതാണ് നല്ലതെന്നും സുനി പറഞ്ഞു. ഇതിന്റെ പേരിൽ തമ്മിൽ തെറ്റുകയായിരുന്നുവെന്നാണ് മണികണ്ഠൻ മൊഴി നൽകിയത്. കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച സുനിയുടെ സഹോദരിയെ കൊണ്ട് ഫോണിൽ വിളിപ്പിച്ച് പോലീസ് കീഴടങ്ങാൻ നിർദ്ദേശിച്ചു. എന്നാൽ അപകടം മനത്ത സുനി മുങ്ങുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം അത്താണിയിൽ വെച്ച് നടിയുടെ വാഹനത്തിൽ ട്രാവലർ ഇടിപ്പിച്ചത് സുനിയാണെന്നും മണികണ്ഠൻ മൊഴി നൽകിയിട്ടുണ്ട്. ആദ്യം കാറിൽ കയറിയത് മണികണ്ഠനാണ്. പാലാരിവട്ടത്ത് വെച്ച് കാറിൽ കയറിയ സുനി നടിയെ ആക്രമിച്ചുവെന്നും മണികണ്ഠൻ മൊഴി നൽകി. കാറിൽ നിന്നിറങ്ങുമ്പോൾ നാളെ കാണണമെന്നും സുനി നടിയോട് പറഞ്ഞിരുന്നു. ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രമുഖ നടനെ ചോദ്യം ചെയ്തുവെന്ന വാർത്ത പോലീസ് നിഷേധിച്ചു. എന്നാൽ നടി അഭിനയിച്ചുകൊണ്ടിരുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ ചിലരിൽ നിന്ന് മൊഴി മാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലയാള സിനിമാ മേഖലയിൽ ശുദ്ധീകരണം അനിവാര്യമാണെന്ന് ഫിലിം ചേംബർ. സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളെയും ഗുണ്ടകളെയും അമർച്ച ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് ഫിലിം ചേംബർ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചലച്ചിത്ര താരത്തിനെതിരെയുണ്ടായ അക്രമ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരള ഫിലിം ചേംബർ പ്രമേയം പാസാക്കിയത്. നടിക്കെതിരെയുണ്ടായ അക്രമത്തിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തിയ പ്രമേയം സിനിമാ മേഖലയിൽ ശുദ്ധീകരണം അനിവാര്യമാണെന്നും ഇതിനുള്ള നടപടികൾ ഉടൻ വേണമെന്നും ആവശ്യപ്പെടുന്നു. സിനിമാ മേഖലയിൽ അഴിഞ്ഞാടുന്ന ഗുണ്ടകളെയും കൊട്ടേഷൻ മാഫിയകളെയും അമർച്ച ചെയ്യണം. സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാരും സിനിമാ സംഘടനകളും നടപടിയെടുക്കണമെന്ന ആവശ്യവും പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നു. നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. സുനി മാത്രമല്ല, ഇത്തരത്തിൽ പലരും കൊട്ടേഷൻ സംഘാംഗങ്ങളാണ്. ഇത്തരക്കാരെ സിനിമാ സംഘടനകളിലേക്ക് അടുപ്പിക്കരുത്. അണിയറ പ്രവർത്തകരുടെ പശ്ചാത്തലം പരിശോധിച്ച് ആവശ്യമെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ കൂടി ലഭിച്ച ശേഷമേ അംഗത്വം നൽകാവൂ. നടിയെ ആക്രമിച്ച മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടണമെന്നും മാതൃകാപരമായ ശിക്ഷ നൽകിക്കൊണ്ട് സർക്കാർ സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്തെ വരൾച്ചാബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി സംഘം ദില്ലിയിലേക്ക്. വെട്ടിക്കുറച്ച ഭക്ഷ്യധാന്യ വിഹിതം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും സർവകക്ഷി സംഘം ഉന്നയിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, സർവകക്ഷി യോഗത്തിൽ എടുത്ത സുപ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ വിവരങ്ങൾ കൂടി. ഗ്രീഷ്മ, പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് ഇന്നിപ്പോൾ സർവകക്ഷി യോഗം ചേർന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത് സംസ്ഥാനം നേരിടുന്ന അതികഠിനമായ വരൾച്ച തന്നെയാണ്. വരൾച്ചാ വിഷയത്തിൽ സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനാണ് ഇനി ചെയ്യാൻ സാധിക്കുക. ഈ ഒരു ഘട്ടത്തിലാണ് സർവകക്ഷി സംഘം ദില്ലിയിലെത്തി കാര്യങ്ങൾ കേന്ദ്രത്തെ ബോധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വരൾച്ചാ ബാധിത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കണം എന്നൊരാവശ്യവും കേന്ദ്രത്തിന് മുന്നിൽ വയ്ക്കാനായി ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ജനങ്ങൾ എല്ലാവരും തന്നെ വെള്ളത്തിന്റെ ഉപയോഗം നിയന്ത്രിച്ച് ഉപയോഗിക്കണം എന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയുണ്ടായി. ഏതായാലും വരൾച്ചയല്ലാതെ മറ്റൊരു വിഷയം പ്രധാനമായും ചർച്ചയായത് റേഷൻ പ്രതിസന്ധിയായിരുന്നു. റേഷൻ പ്രതിസന്ധിയിൽ സംസ്ഥാന സർക്കാരാകും ഈ വിഷയത്തിൽ ഒരു നിവേദനം കേന്ദ്രത്തിന് മുന്നിൽ വീണ്ടും വെക്കുക. ഇതിൽ പ്രധാനമായും ആവശ്യപ്പെടുക വെട്ടിക്കുറച്ച ഭക്ഷ്യധാന്യത്തിന്റെ വിഹിതം സംസ്ഥാനത്തിന് പുനഃസ്ഥാപിച്ച് നൽകുക എന്നൊരാവശ്യം തന്നെയായിരിക്കും പ്രധാനമായും വെക്കുക. പ്രത്യേകിച്ചും സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം ഇല്ലാതായതും ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കിയതും തന്നെയാണ് സംസ്ഥാനത്ത് ഇത്ര വലിയ തോതിൽ ഒരു പ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് 2 ലക്ഷം ടണ്ണോളം ഭക്ഷ്യവിഹിതം സംസ്ഥാനത്തിനുള്ളത് കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇത് പ്രതിസന്ധിയുടെ ആക്കം വർദ്ധിപ്പിക്കുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നിവേദനവും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകുന്നതായിരിക്കും. ഇതായിരുന്നു 2 സുപ്രധാന വിഷയങ്ങൾ ഇന്നത്തെ സർവകക്ഷി യോഗം ചർച്ച ചെയ്തത്.
ശരി ഷീജ. വിജിലൻസ് രാജ് പരാമർശത്തിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ കാണുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിജിലൻസ് രാജിൽ വ്യക്തത വരുത്തുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിധി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ, ഇപ്പോൾ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ്, അദ്ദേഹത്തെ തന്നെ സമീപിക്കണമെന്നാണ്. ഇക്കാര്യത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കണം. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കേണ്ടത്? കാരണം ഗവൺമെൻറ് ഒരു ഏകപക്ഷീയമായ നിലപാടെടുത്താൽ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളും ഉണ്ടാകാം, ദുർവ്യാഖ്യാനങ്ങളും ഉണ്ടാകാം. അതെല്ലാം ഒഴിവാക്കാൻ ഹൈക്കോടതി തന്നെ ഇടപെട്ട് ഒരു ക്രമീകരണം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം. അപ്പോൾ അങ്ങനെയൊരു ബന്ധപ്പെടൽ നടക്കാൻ പോവുകയാണ്. വൻ അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് വിജിലൻസിലെത്തുന്ന പരാതികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് വിജിലൻസ് ആസ്ഥാനത്ത് നോട്ടീസ്. ഇന്ന് ഉച്ചയോടെയാണ് പോസ്റ്റർ പതിച്ചത്. സംസ്ഥാനത്ത് വിജിലൻസ് രാജ് എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചതിനു പിന്നാലെയാണ് വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത്തരമൊരു നോട്ടീസ് പതിച്ചതെന്ന് വിജിലൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. സംഭവം വിവാദമായതിനെ തുടർന്ന് മാധ്യമങ്ങൾ വിജിലൻസ് ആസ്ഥാനത്ത് എത്തിയതോടെയാണ് നോട്ടീസ് നീക്കം ചെയ്തത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഇളവ് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പരിസ്ഥിതി ലോല പ്രദേശം എന്ന പരിധി 9,007 ഹെക്ടറായി നിജപ്പെടുത്താനും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. തൃശൂർ പൂരം എല്ലാ ആചാരങ്ങളോടൊപ്പം നടത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ അന്തിമ വിജ്ഞാപനം വരാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ടിൽ കേരളത്തിന് ഇളവ് നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. പരിസ്ഥിതി ലോല പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും കേരളം ഇളവ് ആവശ്യപ്പെടും. കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ വിസ്തീർണം 9,107 ചതുരശ്ര കിലോമീറ്ററായി നിജപ്പെടുത്തുന്ന കാര്യവും കേന്ദ്രത്തോട് ആവശ്യപ്പെടും. പൊതുമരാമത്ത് വകുപ്പിലെ ഡിസൈൻ വിഭാഗവും ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ വിഭാഗവും ശക്തിപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എറണാകുളത്തും കോഴിക്കോടും ആരംഭിക്കുന്ന 2 പുതിയ മേഖലാ ഡിസൈൻ ഓഫീസുകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ 18 സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. കേരളം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാർക്ക് ധനകാര്യ വകുപ്പിന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി ശമ്പള പരിഷ്കരണം അനുവദിക്കാൻ തീരുമാനിച്ചു. ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഫയൽ ചെയ്ത കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി SB പ്രേമചന്ദ്ര പ്രഭുവിനെ നിയമിച്ചു. കേരള ബ്ലഡ് ബാങ്ക് സൊസൈറ്റിക്ക് ഭരണാനുമതി നൽകിയ മന്ത്രിസഭായോഗം 13ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് കണ്ണൂരിൽ അന്തർദേശീയ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറത്തുള്ള ഡ്രെയിനേജുകൾ, ഫീഡർ റോഡുകൾ, ലൈറ്റിങ്ങിനുള്ള സ്ഥലമെടുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾക്ക് ഭരണാനുമതി നൽകി. ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭായോഗം ചേരാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മിഠായി തെരുവിൽ വൻ തീപിടുത്തം. മോഡേൺ ടെക്സ്റ്റൈൽസ് ഉൾപ്പെടുന്ന 3 നില കെട്ടിടമാണ് കത്തിയത്. 3 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് തീയണച്ചത്. ആളപായമില്ല. മണിയോടെയാണ് മിഠായി തെരുവിലെ മോഡേൺ ടെക്സ്റ്റൈൽ എന്ന കടയിൽ നിന്നും തീ ആളിപ്പടർന്നത്. തീപിടുത്തത്തിൽ മോഡേൺ ടെക്സ്റ്റൈൽസ് ഉൾപ്പെടുന്ന 3 നില കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. കടയുടെ ഗോഡൌൺ ഉൾപ്പെടുന്നതാണ് ഈ കെട്ടിടം. 5ലധികം ഗ്യാസ് സിലിണ്ടറുകൾ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് വലിയ ആശങ്ക പരത്തിയെങ്കിലും ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് അത് മാറ്റാൻ കഴിഞ്ഞത്. 15 ഫയർഫോഴ്സ് യൂണിറ്റും ദ്രുതകർമ്മസേനയും നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് തീയണയ്ക്കാൻ സാധിച്ചത്. എയർപോർട്ട് ഫയർ എമർജൻസി യൂണിറ്റും സ്ഥലത്ത് എത്തിയിരുന്നു. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് ആവാമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ കടകളിൽ ഭക്ഷണമുണ്ടാക്കാൻ വെച്ച ഗ്യാസ് സിലിണ്ടർ ലീക്കായതാണോ അപകട കാരണമെന്നും അന്വേഷിക്കുന്നുണ്ട്. കാരണം ക്ലിയർ അല്ല, പക്ഷേ ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ ഷോർട്ട് ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിനകത്ത് ഗ്യാസ് കുറ്റി ഉണ്ടായിരുന്നെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും അതിൻ്റെ ഒരു വിശദമായിട്ട് അന്വേഷിക്കണം. അനധികൃതമായ ഗ്യാസുകൾ അതുപോലെ ഉണ്ടെങ്കിൽ അത് വീണ്ടും എല്ലാം ഇൻസ്പെക്ട് ചെയ്ത് നടപടിയെടുക്കണം. 3 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് തീയണയ്ക്കാൻ സാധിച്ചത്. നാശനഷ്ടം ഇതുവരെയും വിലയിരുത്തിയിട്ടില്ല. മിഠായി തെരുവിൽ ഇടയ്ക്കിടെയുണ്ടാവുന്ന തീപിടുത്തം വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. 25 ശനിയാഴ്ച മേയർ, ജനപ്രതിനിധികൾ, വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗവും കളക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. മിഠായി തെരുവിന്റെ പഴമ നഷ്ടപ്പെടാതെ ഏത് തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും എന്നതാകും ചർച്ചയിലെ പ്രധാന വിഷയം. 3 മണിക്കൂറിലധികം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ്
കോഴിക്കോട്ടെ വ്യാപാര കേന്ദ്രമായ മിഠായി തെരുവിൽ പടർന്ന തീ അണയ്ക്കാൻ സാധിച്ചത്. കെട്ടിടത്തിനകത്ത് ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ എടുത്തുമാറ്റാൻ സാധിച്ചതും വലിയ ദുരന്തം ഒഴിവാക്കാൻ ഇടയായി. മേഘമാധവൻ, കോഴിക്കോട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കർണാടകയിലെ മംഗളൂരുവിൽ പ്രസംഗിക്കാൻ അനുവദിക്കില്ലെന്ന് സംഘപരിവാർ ഭീഷണി. സിപിഎം ഫെബ്രുവരി 25-ന് മംഗളൂരുവിൽ സംഘടിപ്പിക്കുന്ന മതസൗഹാർദ്ദ റാലി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അന്നേ ദിവസം ദക്ഷിണ കാനറ ജില്ലയിൽ സംഘപരിവാർ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭോപ്പാലിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കർണാടകയിലെ മംഗളൂരുവിലും സംഘപരിവാർ ഭീഷണി. സിപിഐഎം ഫെബ്രുവരി 25-ന് മംഗളൂരുവിൽ സംഘടിപ്പിക്കുന്ന മതസൗഹാർദ്ദ റാലി ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുവദിക്കില്ലെന്നാണ് സംഘപരിവാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ BJP RSS പ്രവർത്തകർ കൊല്ലപ്പെടുന്നതിൽ പ്രതിഷേധിച്ചാണ് പിണറായി വിജയനെ മംഗളൂരുവിൽ വിലക്ക് ഏർപ്പെടുത്തുന്നതെന്ന് വിശ്വഹിന്ദു പരിഷത്ത് നേതാവ് പ്രൊഫസർ MB പുരാണിക് പറഞ്ഞു. ಯಾವುದೇ ಕಾರಣಕ್ಕೂ ಕೂಡ 25ನೇ ತಾರೀಕು ಅವರು ಇಲ್ಲಿಗೆ ಆಗಮಿಸಿ ಕೋಮು ಸೌಹಾರ್ದದ ಹೆಸರಿನಲ್ಲಿ ಏನು ಕಾರ್ಯಾಚರಣೆ ಮಾಡ್ತಾರೆ ಆ ವ್ಯಕ್ತಿ ಅದನ್ನ ಉದ್ಘಾಟಿಸಲಿಕ್ಕೆ ನಮ್ಮ ವಿರೋಧ ಇದೆ. ಅದಕ್ಕೋಸ್ಕರ ನಾವು ವಿಶ್ವ ಹಿಂದೂ ಪರಿಷತ್ತು ಮತ್ತು ಹಿಂದೂ ಜಾಗರಣ ವೇದಿಕೆ ಬಜರಂಗ ದಳ ವಿರೋಧಿಸುತ್ತೇವೆ. ಒಂದು ಹರತಾಳಕ್ಕೂ ಕೂಡ ನಾವು ಕರೆ ಕೊಟ್ಟಿದ್ದೇವೆ. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മംഗളൂരുവിലെ പൊതുപരിപാടികളും മതസൗഹാർദ്ദ റാലിയും മാറ്റമില്ലാതെ നടത്താനാണ് CPIM തീരുമാനം. ನಾಳಿನ ರ್ಯಾಲಿ ನಡೆಯುತ್ತೆ. ಯಾಕಂದ್ರೆ ಈ ರ್ಯಾಲಿಗೆ ಬರುವತಕ್ಕಂಥವರು ದುಡಿಯುವ ವರ್ಗದ ಜನ, ಕಾರ್ಮಿಕ ವರ್ಗದ ಜನ, ಈ ಸಮಾಜದ ಒಂದು ಇತಿಹಾಸ ತೋರಿಸಿಕೊಟ್ಟಿದೆ. ಏನೇ ನಡೆಯಲಿ ನಾಳಿನ ಫೆಬ್ರವರಿ 25ರ ರ್ಯಾಲಿ ನಡೆಯುತ್ತೆ. ಪಿಣರಾಯಿ ವಿಜಯನ್ರವರು ಮಂಗಳೂರಿಗೆ ಬಂದೇ ಬರ್ತಾರೆ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ സമ്മേളനം ഭോപ്പാലിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെ തടയുവാൻ സംഘപരിവാർ ശ്രമിച്ചിരുന്നു. ഈയിടെ കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത സർവകക്ഷി സമാധാന യോഗത്തിലും സംഘപരിവാർ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. പ്രശ്നം വീണ്ടും വഷളാക്കാൻ മാത്രമേ സംഘപരിവാറിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ഉപകരിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിന്റെ നിലപാട് നിർണായകമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാമ്പാടി നെഹ്റു കോളേജ് PRO സഞ്ജിത് വിശ്വനാഥന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റി. തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അപേക്ഷ മാറ്റിയത്. ശനിയാഴ്ച ജിഷ്ണു പ്രണോയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഇതേ കേസിൽ നെഹ്റു കോളേജ് ചെയർമാൻ P. കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും. പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ജിഷ്ണു പ്രണോയ് മരിച്ച കേസിൽ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ CP ഉദയഭാനുവിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചതായി മുഖ്യമന്ത്രി. കേസ് അന്വേഷണത്തിലും നടത്തിപ്പിലും സർക്കാർ കൃത്യമായ ജാഗ്രത പുലർത്തുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പേജിൽ വ്യക്തമാക്കി. സ്വാശ്രയ മാനേജ്മെന്റ് കോളേജുകളിലെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സ്വാശ്രയ മാനേജ്മെന്റ് കോളേജുകളിലെ അധ്യാപക രക്ഷകർത്തൃ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, അധ്യാപക അനധ്യാപക സംഘടനകളിലെ പ്രതിനിധികൾ, മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരാകും സമിതി ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 14ാം കേരള നിയമസഭയുടെ 4ാം സമ്മേളനത്തിന് നാളെ തുടക്കം. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കും. കേന്ദ്രം തിരിച്ചയച്ച പ്ലാച്ചിമട ട്രിബ്യൂണൽ ബിൽ വീണ്ടും അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി. പ്രസംഗത്തോടെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ മാർച്ച് 3-ന് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കും. കറൻസി നോട്ടുകൾ അസാധുവാക്കിയതിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ബജറ്റ്. നയപ്രഖ്യാപനത്തിനും ബജറ്റ് അവതരണത്തിനും ഓരോ ദിവസവും ബന്ധപ്പെട്ട ചർച്ചകൾക്കായി 3 ദിവസം വീതവും നീക്കിവച്ചിട്ടുണ്ട്. മെയ് മാസത്തോടെ ബജറ്റുമായി ബന്ധപ്പെട്ട വകുപ്പുതല ചർച്ചകൾ ഉൾപ്പെടെ പൂർത്തിയാക്കുന്നതിനും ധാരണയായിട്ടുണ്ട്. കേന്ദ്രം തിരിച്ചയച്ച പ്ലാച്ചിമട നഷ്ടപരിഹാര ബിൽ വീണ്ടും അവതരിപ്പിക്കാൻ ശ്രമം നടത്തുമെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി. പ്ലാച്ചിമട ട്രിബ്യൂണൽ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള നിയമസഭ കേരളത്തിൻ്റെ മൊത്തം പൊതുവികാരം ഉൾക്കൊണ്ടുകൊണ്ട് പാസാക്കിയ ബില്ലാണ്. ആ ബില്ല് തിരിച്ചയക്കുകയാണ് ഇത്. തിരിച്ചയച്ച സാഹചര്യത്തിൽ അതിലെന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ ആ ന്യൂനതകൾ കൂടി പരിഹരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിന് രണ്ടാമത് ബില്ല് അവതരിപ്പിക്കാവുന്നതാണ്. അത് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായിട്ട് ചർച്ച നടത്തും. കൊച്ചിയിൽ ചലച്ചിത്ര നടി ആക്രമിക്കപ്പെട്ട സംഭവം, വരൾച്ച, റേഷൻ പ്രതിസന്ധി ഉൾപ്പെടെ ഒട്ടേറെ വിഷയങ്ങൾ 15 ദിവസത്തെ സമ്മേളനത്തെ പ്രക്ഷുബ്ധമാക്കും. നോട്ട് പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള നടപടികളാണ് വരാൻ പോകുന്ന ബജറ്റിലെ ആകാംക്ഷ. ചലച്ചിത്ര നടി ആക്രമിക്കപ്പെട്ടത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളും സഭാ സമ്മേളനത്തിൽ ചർച്ചയാകും. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം MR സജീഷ്, തിരുവനന്തപുരം.
സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മികച്ച നേട്ടം. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 11 വാർഡുകളിൽ 7ഇടത്ത് LDF വിജയിച്ചു. 3ഇടത്ത് UDFും 1ഇടത്ത് കേരള കോൺഗ്രസ് എമ്മും വിജയിച്ചു. UDFന്റെ സിറ്റിംഗ് സീറ്റായ കോട്ടയം മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത് മൂന്നിലവ് വാർഡിലാണ് കേരള കോൺഗ്രസ് വിജയിച്ചത്. സംസ്ഥാനത്തെ സർക്കാർ അധീനതയിലുള്ള ചിൽഡ്രൻസ് ഹോമിൽ മികച്ച സൌകര്യം ഏർപ്പെടുത്തുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു. കോട്ടയത്തെ ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിനായി പുതിയതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നവീകരണ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളായി പൂർത്തിയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ചിൽഡ്രൻസ് ഹോമുകൾ, വൃദ്ധസദനങ്ങൾ, ഒബ്സർവേഷൻ ഹോമുകൾ എന്നിവിടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് കൂടാതെ അന്തേവാസികളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിന് ഉതകുന്ന സംവിധാനങ്ങളും ഇത്തരം കേന്ദ്രങ്ങളിൽ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത് കേരളത്തിലെ ചിൽഡ്രൻ ഹോമുകളും വൃദ്ധസദനങ്ങളും ഒബ്സർവേഷൻ ഹോമുകളും എല്ലാം പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവയുടെ എല്ലാ സ്ഥിതി ഏറ്റവും നല്ല നിലവാരത്തിലുള്ളതാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. സംസ്ഥാനത്തെ എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചു നൽകാനും നടപടിയുണ്ടാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആദ്യഘട്ടത്തിൽ 2000 അംഗൻവാടികൾക്കാണ് കെട്ടിടം നിർമ്മിച്ചു നൽകുകയെന്നും മന്ത്രി വ്യക്തമാക്കി. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ തിരുവഞ്ചൂരുള്ള ചിൽഡ്രൻസ് ഹോമിന് 13,127 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പുതിയ കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത്. കെട്ടിട സമുച്ചയത്തിന്റെയും ലൈബ്രറിയുടെയും ജിംനേഷ്യത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി KK ശൈലജ ടീച്ചർ നിർവഹിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ജോസ് കെ മാണി MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ TV അനുപമ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാർ എന്നിവരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. UP 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ. റായ്ബറേലി ഉൾപ്പെടെ 12 ജില്ലകളിലെ 53 മണ്ഡലങ്ങളിലാണ് നാളെ പോളിംഗ് നടക്കുക. 680 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. നരേന്ദ്രമോദി, അമിത്ഷാ, രാഹുൽ ഗാന്ധി എന്നിവരുടെ റോഡ് ഷോയോട് കൂടിയാണ് ഇന്നലെ പരസ്യ പ്രചാരണം അവസാനിച്ചത്. കോൺഗ്രസ് അധ്യക്ഷയുടെ ലോക്സഭാ മണ്ഡലമായ റായ്ബറേലി ഉൾപ്പെടെ 53 മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച 4ാം ഘട്ട തെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ കഴിഞ്ഞ തവണ 15 സീറ്റുകൾ നേടിയ BSP ഇത്തവണ മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2012-ൽ സമാജ്വാദി പാർട്ടി 24 സീറ്റുകൾ നേടിയപ്പോൾ BJP 5 സീറ്റുകളിൽ ഒതുങ്ങി. കഴിഞ്ഞ തവണ 6 സീറ്റുകൾ മാത്രം നേടിയ കോൺഗ്രസുമായുള്ള ഇത്തവണത്തെ സഖ്യം 4ാം ഘട്ട മേഖലയിൽ മുൻതൂക്കം നിലനിർത്തുമെന്നാണ് സമാജ്വാദി പാർട്ടിയുടെ അവകാശവാദം. അധികാരത്തിലെത്തിയാൽ കാർഷിക വായ്പകൾ പൂർണ്ണമായി എഴുതിത്തള്ളുമെന്ന പ്രകടന പത്രിക വാഗ്ദാനം ആവർത്തിച്ചായിരുന്നു നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രചാരണം. എന്നാൽ നരേന്ദ്രമോദി ദളിത് വിരുദ്ധനെന്ന് ആരോപിച്ചായിരുന്നു മായാവതിയുടെ പ്രതികരണം. 680 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഇവരിൽ 189 സ്ഥാനാർത്ഥികളും കോടീശ്വരന്മാരും ക്രിമിനൽ കേസുകൾ നേരിടുന്നവരും. തോക്കിൻ മുനയിൽ വോട്ടുറപ്പിച്ച രഘുരാജ് പ്രതാപ് സിംഗ് എന്ന പ്രാദേശിക ഡോൺ രാജാബയ്യ ഉൾപ്പെടെയുള്ളവരും സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെ സ്വതന്ത്രമായി ജനവിധി തേടുന്നു. മനുശങ്കർ, ദില്ലി. നാദാപുരത്ത് മന്ത്രവാദത്തിനിടെ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കോഴിക്കോട് വെള്ളയിൽ സ്വദേശി MP ഷമീനയാണ് മരിച്ചത്. ശനിയാഴ്ചയായിരുന്നു യുവതിയെ പൊള്ളലേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ മന്ത്രവാദി നജ്മയെ പോലീസ് പിടികൂടിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് വെള്ളയിൽ സ്വദേശി ഷമീനയെ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മന്ത്രവാദ ചികിത്സയ്ക്കിടെയായിരുന്നു ഇവർക്ക് പൊള്ളലേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രവാദി നജ്മയെ നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഭർത്താവ് മരിച്ച ശേഷം പുനർവിവാഹം പെട്ടെന്ന് നടക്കാനായി ദോഷം മാറ്റുന്നതിന്റെ പേരിലായിരുന്നു മന്ത്രവാദ ചികിത്സ. ഇതിനായി ബന്ധുക്കൾ യുവതിയെ മന്ത്രവാദിയുടെ അടുത്ത് എത്തിക്കുകയായിരുന്നു. മന്ത്രവാദി ചമഞ്ഞെത്തിയ നജ്മ ചികിത്സയ്ക്കായി മണ്ണെണ്ണ വേണം എന്നും ആവശ്യപ്പെട്ടു. മണ്ണെണ്ണ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് മണ്ണെണ്ണയ്ക്ക് പകരം പെട്രോൾ ഒഴിച്ച് മൺചട്ടിയിൽ കോഴിമുട്ടയും ചേർത്ത് കത്തിക്കുകയായിരുന്നു. അതിനിടെയാണ് അപകടം നടന്നത്. തീ ആളിപ്പടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഷമീന കഴിഞ്ഞ ദിവസങ്ങളിലായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. അതിനിടെയാണ് മരണം സംഭവിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് നാദാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നലിംഗക്കാർ ചേർന്ന് രൂപീകരിച്ച രാജ്യത്തെ 3ാമത്തെ കുടുംബശ്രീ യൂണിറ്റ് നിലവിൽ വന്നു. രാജ്യത്തെ ആദ്യ ഭിന്നലിംഗ കുടുംബശ്രീ യൂണിറ്റ് രൂപീകരിച്ച തിരുവനന്തപുരം കുന്നുകുഴി വാർഡിൽ തന്നെയാണ് വീണ്ടും യൂണിറ്റ് രൂപീകരിച്ചത്. മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഭിന്നലിംഗക്കാർക്ക് പ്രത്യാശ നൽകുന്നതും വരുമാനം കണ്ടെത്താൻ ഉതകുന്നതുമായ പരിശീലനം ആവശ്യമിവിടെ ഇവർക്ക് നൽകുക. പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ട്രാൻസ്ജെൻഡേഴ്സിനെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ രൂപീകരിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് വേണ്ടി കുടുംബശ്രീ യൂണിറ്റ് ആരംഭിച്ച തിരുവനന്തപുരം കുന്നുകുഴി വാർഡിൽ തന്നെയാണ് വീണ്ടും കുടുംബശ്രീ യൂണിറ്റ് രൂപീകരിച്ചത്. ഞങ്ങൾക്ക് സ്വയം തൊഴിൽ ഇൻകം സോഴ്സ് ഇല്ല എന്നുള്ളതൊക്കെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്.
അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിലൊക്കെ തന്നെ ഞങ്ങളുടെ ഒരു കടന്നുവരവ് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും തന്നെ ഇന്നൊരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനം ഭിന്നലിംഗക്കാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കിയിരുന്നു. ഇതിൽ നിന്നുള്ള പ്രചോദനമാണ് ഇത്തരമൊരു സംരംഭം തുടങ്ങാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് വാർഡ് കൗൺസിലറും ഡിവൈഎഫ്ഐ നേതാവുമായ IP ബിനു പറഞ്ഞു. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഇവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനം പ്രമേയം പാസ്സാക്കി. അപ്പോഴാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫസ്റ്റ് കമ്മിറ്റി കൂടുമ്പോൾ ഇവരെ ഒരുപാട് അനുഭവങ്ങൾ മുന്നിൽ വന്നപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ഗൗരവമായിട്ട് ഒരു കുടുംബശ്രീ യൂണിറ്റ് രജിസ്റ്റർ ചെയ്തു. തൊഴിൽ കണ്ടെത്താൻ കഴിയാത്തതാണ് ഭിന്നലിംഗക്കാർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. അതിനെ പ്രതിരോധിക്കാനുള്ള പരിശീലനമാണ് ഇവർക്ക് നൽകുക. ബ്യൂട്ടീഷ്യൻ കോഴ്സ്, തയ്യൽ, പ്ലാസ്റ്റിക് ബാഗ് നിർമ്മാണം ഇവയടക്കമുള്ള 42ഓളം കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഇവർക്ക് പരിശീലനം നൽകുമെന്ന് കുടുംബശ്രീ ജില്ലാ ഓഫീസർ S. സിന്ധു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.